നമുക്ക് ടർബിഡിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ടർബിഡിറ്റി? വാട്ടർ അനാലിസിസിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ടർബിഡിറ്റി. അതുപോലെ തന്നെ വാട്ടർ അനാലിസിസിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൽ നമ്മൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ വരുന്ന ഒന്നാണ് ടർബിഡിറ്റി. എന്താണ് ടർബിഡിറ്റി? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ക്ലൗഡിനെസ് ഓർ ഹേസിനെസ് ഓഫ് വാട്ടർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സസ്പെൻഡഡ് ആൻഡ് കൊളോയിഡൽ മാറ്റർ. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കലക്കവെള്ളം, അതായത് ടർബിഡ് ആയിട്ടുള്ള കലങ്ങിയിട്ടുള്ള വെള്ളം, ക്ലാരിറ്റി കുറവുള്ള വെള്ളം. അതിൽ എന്തൊക്കെ പ്രസൻസ് ഉണ്ടായിരിക്കും? സസ്പെൻഡഡ് ആയിട്ടുള്ളതും കൊളോയിഡൽ ആയിട്ടുള്ള മാറ്റേഴ്സും പ്രസൻ്റ് ആയിരിക്കും. സസ്പെൻഡഡ് മാറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് സസ്പെൻഡഡ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്? ഇനോർഗാനിക് സോളിഡ്സ് ആയിരിക്കും. ഇനോർഗാനിക് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. വെള്ളത്തിൽ കിടന്നാൽ അത് അങ്ങനെ തന്നെ സസ്പെൻഡ് ചെയ്ത് കിടക്കും. അപ്പം അങ്ങനെയുള്ളതും കൊളോയിഡൽ മാറ്റേഴ്സ് കണ്ടൻറ്റുള്ള മാറ്റേഴ്സ് പ്രസൻ്റ് ആയിരിക്കുന്ന വെള്ളത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ടർബിഡിറ്റി അല്ലെ ടർബിഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ടർബിഡിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് വാട്ടറിൻ്റെ ക്ലാരിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ടർബിഡിറ്റി. ഹൈ ടർബിഡിറ്റി റിഡ്യൂസസ് ലൈറ്റ് പെനട്രേഷൻ. അതായത് ഒരു ലൈറ്റിൻ്റെ റേസ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അത് പെനിട്രേറ്റ് ചെയ്ത് പോകത്തില്ല. അപ്പം ഹൈ ടർബിഡിറ്റി എന്ത് ചെയ്യും? ലൈറ്റിൻ്റെ പാത്ത് വേയെ റെഡ്യൂസ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ടർബിഡിറ്റി കൂടിയാൽ ഡിസ്ഇൻഫെക്ഷൻ പ്രോസസ്സ് നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടാണ്. അതിനെ ടർബിഡിറ്റി എന്ത് ചെയ്യും? ഇൻ്റർഫെയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും ടർബിഡായിട്ടുള്ള വാട്ടറിൽ. ടർബിഡിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് NTU ആണ്, നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്. നമ്മൾ ഫീൽഡിൽ ടർബിഡിറ്റി ട്യൂബ് യൂസ് ചെയ്തിട്ട് ടർബിഡിറ്റി മെഷർ ചെയ്യും. അതുപോലെ നമ്മൾ ലാബിലാണെങ്കിൽ നെഫ്ലോമീറ്റർ അല്ലെങ്കിൽ ടർബിഡിറ്റി മീറ്റർ യൂസ് ചെയ്ത് ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ടർബിഡിറ്റി മെഷർ ചെയ്യുന്നത്. ഡിസൈറബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 NTU ആണ്. മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 NTU ആണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 10500 പറയുന്ന സ്റ്റാൻഡേർഡ്, അതുപോലെ WHO ഒക്കെ പറയുന്ന മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5 NTU ആണ്. പക്ഷേ അത് നമുക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം മാത്രമേ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അൾട്ടർനേറ്റ് സൊല്യൂഷൻസ് ഒന്നുമില്ലാത്ത കണ്ടീഷൻസിൽ, വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ബോയിൽഡായിട്ടും അതുപോലെ തന്നെ മറ്റ് മാർഗ്ഗങ്ങൾ, ഡിസ്ഇൻഫെക്ഷൻ മാർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡിസൈറബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1 NTUയിൽ താഴെ ആയിരിക്കണം. ഇനി എന്താണ് ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റിലാണ് നമ്മൾ ടർബിഡിറ്റി അളക്കുന്നത്, 1 NTUയിൽ. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 മില്ലിഗ്രാം സിലിക്ക, അതായത് ഫൈൻലി ഡിവൈഡഡ് ചെയ്ത സിലിക്ക 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടർബിഡിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. മനസ്സിലായോ? 1 മില്ലിഗ്രാം ഫൈൻലി ഡിവൈഡഡ് സിലിക്ക പ്രൊഡ്യൂസ് ഇൻ 1 ലിറ്റർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ടേക്കൺ ആസ് 1 യൂണിറ്റ്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ്? കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോയിൽ ചെയ്തതിൻ്റെ സ്റ്റീം കളക്ട് ചെയ്ത് കൂൾ ചെയ്ത് നമ്മൾ എടുക്കുന്ന പ്യുവർ ഫോം ഓഫ് ക്ലിയർ വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്റ്റിൽഡ് വാട്ടറിൽ 1 മില്ലിഗ്രാം സിലിക്ക ഫൈനലി ഡിവൈഡ് ചെയ്ത സിലിക്ക മിക്സ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ടർബിഡിറ്റി അല്ലെ കൊളിഷൻ, ആ കൊളോയിഡൽ മാറ്ററിന് എന്തായിരിക്കും യൂണിറ്റ്? 1 യൂണിറ്റ് ടർബിഡിറ്റി ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. എങ്ങനെയാണ് 1 യൂണിറ്റ് NTU അല്ലെ 5 യൂണിറ്റ് NTU, 5 NTU എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷണൽ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ടർബിഡിറ്റിയുടെ കാര്യങ്ങൾ.